മുഖച്ഛായ പാർട്ട് 3. രചന അവതരണം കൃതി. നിർമ്മാണം DD ക്രിയേറ്റീവ് സ്റ്റുഡിയോ. ആ BMW കാർ കൗസ്തുഭം തറവാടിൻ്റെ ഉമ്മറത്ത് വന്ന് വലിയൊരു ശബ്ദത്തോടെ സഡൻ ബ്രേക്ക് ഇട്ടു നിന്നു. ടയറുകൾ തറയിൽ ഉരയുന്ന ആ കടുത്ത ശബ്ദം ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. കാർ നിശ്ചലമായ ആ നിമിഷം കാശി സീറ്റിൽ നിന്നും മുന്നിലേക്ക് ആഞ്ഞുപോയി. ഡ്രൈവർ ഓടിവന്ന് കാർ തുറക്കുന്ന ശബ്ദം കേട്ടതോടെ കാശി പൂർണ്ണമായും സ്വബോധത്തിലേക്ക് തിരിച്ചുവന്നു. അവൻ പതുക്കെ തല തിരിച്ച് തൻ്റെ അരികിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവൾ അപ്പോഴും ശാന്തയായിരുന്നു. അവൻ സീറ്റിൽ നിന്നും പതുക്കെ പുറത്തേക്കിറങ്ങി. കാറിൽ നിന്നിറങ്ങി നിൽക്കുമ്പോൾ അവൻ്റെ നോട്ടം ഭദ്രയുടെ നേരെയായിരുന്നു. അവൾ പുറത്തിറങ്ങി തൻ്റെ സാരിയുടെ തലപ്പൊന്ന് ഒതുക്കി. ഭദ്രയുടെ മുഖത്ത് പരിഭ്രമമില്ലായിരുന്നു. പകരം തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുത്തതിൻ്റെ ആശ്വാസം ആ മിഴികളിൽ പ്രകടമായിരുന്നു. വിവാഹത്തിനു മുൻപ് കണ്ട ആ പേടിച്ചരണ്ട പെൺകുട്ടിയല്ല ഇപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് കാശിക്ക് ഉറപ്പായി. കാശിയുടെ അമ്മ ലക്ഷ്മി നിലവിളക്കുമായി അവരെ സ്വീകരിക്കാൻ വന്നു. "മോളെ ഭദ്രേ, പടിക്കൽ വലതുകാൽ വെച്ച് കയറൂ" എന്ന് അവർ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഭദ്ര അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഭദ്ര നിലവിളക്കുമായി വലതുകാൽ വെച്ച് അകത്ത് കയറി ഒരു നിമിഷം കഴിഞ്ഞപ്പോഴാണ് മുറ്റത്ത് മറ്റൊരു കാർ കൂടി അതിവേഗത്തിൽ വന്നു നിന്നത്. കാശിയുടെ സഹോദരനായ ജിത്തുവായിരുന്നു അത്. പ്രതീക്ഷിക്കാതെ ജിത്തുവിൻ്റെ കാർ കണ്ടതും കാശി നെറ്റിച്ചുളിച്ചു. അവൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന ചോദ്യം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. എന്നാൽ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ജിത്തുവിനെ കണ്ടതും കൗസ്തുഭം കുടുംബം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. ജിത്തു ഒറ്റയ്ക്കായിരുന്നില്ല. വധുവിൻ്റെ വേഷത്തിൽ തല താഴ്ത്തി വിറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ കാശിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. വിവാഹത്തിന് മുൻപ് താൻ കണ്ട, താൻ വെറുത്തിരുന്ന ആ പേടിച്ചരണ്ട പെൺകുട്ടി. അകത്തു നിന്നും ഈ കാഴ്ച കണ്ട ഭദ്രയുടെ മുഖത്ത് തൻ്റെ പ്ലാൻ കൃത്യമായി നടന്നു എന്നൊരു ഭാവം അവളുടെ മിഴികളിൽ മിന്നിമറഞ്ഞു. ഇതാണ് ശ്രീപാർവതി എന്ന പാറു, ഭദ്രയുടെ അനിയത്തി. പാറുവിനെയും ഈ വീട്ടിലേക്ക് തന്നെ എത്തിക്കുക എന്നത് ഭദ്രയുടെ രഹസ്യ അജണ്ടയായിരുന്നു. കാശി മാറി മാറി രണ്ടുപേരെയും നോക്കി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന കരുത്തുറ്റ ഭദ്രയും ജിത്തുവിൻ്റെ കൈപിടിച്ചു നിൽക്കുന്ന പേടിച്ചരണ്ട പാറുവും രണ്ടുപേർക്കും ഒരേ മുഖച്ഛായ. "ഇതെന്താണ് നടക്കുന്നത്?" കാശി ഗർജിച്ചു. ജിത്തു പാറുവിൻ്റെ കൈ കോർത്തു പിടിച്ച് കൊണ്ട് കാശിയുടെ മുൻപിൽ നിന്നു. "ഇവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ വിവാഹിതരായി. ഇനി ഇവളും ഈ വീടിൻ്റെ മരുമകളാണ്" ജിത്തു ഉറച്ച സ്വരത്തോടെ പറഞ്ഞു.
ജിത്തു, കാശി വിളിച്ചു. അതെ കാശി, ഇതെൻ്റെ ഭാര്യ. പേര് ശ്രീപാർവതി. ഞങ്ങൾ തമ്മിൽ 1 വർഷമായി ഇഷ്ടത്തിലായിരുന്നു. ഇന്ന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ വിവാഹം കഴിച്ചു. എന്ത് സാഹചര്യം? ജിത്തുവിൻ്റെ അച്ഛനായ വീരസേനൻ ചോദിച്ചു. അത് പിന്നെ ജിത്തു നിന്നു വിക്കി. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഞാനും കാശിയും തമ്മിൽ വെറും 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ പാറുവും ഭദ്രയും തമ്മിൽ 6 മിനിറ്റ് വ്യത്യാസവുമുള്ളൂ. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിഗണിച്ച്. കുഞ്ഞുങ്ങൾ പരാതി പറയുന്ന പോലെ ചുണ്ടു ചുളുക്കി പറയുന്നവനെ കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി. അതേ ചിരിയോടെ തന്നെ വീരസേനൻ പറഞ്ഞു, മോനെ ജിത്തു, നമ്മുടെ ഭദ്രക്കുട്ടിക്കുള്ളത് ഒരു ഇരട്ട സഹോദരിയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ പാറുമോളുടെ കാര്യം നീയും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ രണ്ടും ഒരുമിച്ച് നടത്താമായിരുന്നു. ഏതായാലും കല്യാണം കഴിഞ്ഞില്ലേ അച്ഛാ, ഇനി ഞങ്ങളെ പരിഗണിച്ചാൽ മതി, ജിത്തു ഒരു അവിഞ്ഞ ചിരിയോടെ പറഞ്ഞു. അപ്പോഴും പാറു ആരെയും തലയുയർത്തി നോക്കിയില്ല. അങ്ങനെ വീട്ടിലുള്ള ചടങ്ങുകൾ കഴിഞ്ഞ് പാറുവിനെയും ഭദ്രയെയും റെസ്റ്റ് എടുക്കാൻ ജിത്തുവിൻ്റെയും കാശിയുടെയും റൂമിലേക്ക് അമ്മമാർ പറഞ്ഞു വിട്ടു. റൂമിലേക്ക് കയറിയതും 2 ബലിഷ്ഠമായ കൈകൾ വന്ന് ഭദ്രയെ വലിച്ച് ഭിത്തിയോട് ചേർത്തു നിർത്തി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഭദ്രയുടെ മുഖത്ത് ഒരു പുച്ഛച്ചിരി തെളിഞ്ഞു. എന്താ, എന്തിനിങ്ങനെ വലിക്കണേ? വിളിച്ചാൽ ഞാൻ വരില്ലേ? ഭദ്രയുടെ ചോദ്യം കേട്ട് കാശിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇത്രയും നാൾ തൻ്റെ ഷൂവിൻ്റെ ശബ്ദം കേട്ടാൽ ആ പഞ്ചായത്ത് വിടുന്നവളാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കണേ. കാശി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു.